മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി അച്ചു ഉമ്മൻ്റെ പേരും ഉയർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനാണ് മത്സരിച്ച് വിജയിച്ചത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചിരുന്നെങ്കിലും അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒടുവിൽ അച്ചു ഉമ്മനും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നിയമസഭയിലേക്കാണ് അച്ചു ഉമ്മൻ മത്സരിക്കുക. വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിലാകും അച്ചു ഉമ്മൻ മത്സരിക്കുക. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളോട് അച്ചു ഉമ്മൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അച്ചുവിനെ മത്സരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ താൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനില്ലെന്നായിരുന്നു അച്ചുവിൻ്റെ മറുപടി. പത്തനംതിട്ട മണ്ഡലത്തിൽ അച്ചുവിനെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അച്ചുവിനെ മത്സരിപ്പിക്കാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും പാർലമെൻറ്റിലേക്ക് പോകാൻ താൽപ്പര്യമില്ലെന്നായിരുന്നു നേതാക്കളോട് അച്ചുവിൻ്റെ മറുപടി. കോൺഗ്രസിലെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെയാണ് NDA പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത്. അതിനുള്ള മറുപടിയായാണ് അച്ചു ഉമ്മനെ ഇറക്കാൻ നേതാക്കൾ തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി ഏറെ അടുപ്പമുള്ള ആൾ കൂടിയാണ് അനിൽ ആൻ്റണി. അച്ചു ഉമ്മനുമായും കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്ന ആളാണ് അനിലെന്ന് അച്ചു ഉമ്മൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഈ സമയം അനിലിന് വേണ്ടി അച്ചു പ്രചരണത്തിനിറങ്ങുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതൊക്കെ നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആൻഡോ ജോസഫിന് വേണ്ടി അച്ചു പ്രചരണത്തിനിറങ്ങുകയായിരുന്നു. നിലവിൽ വടകരയിൽ LDF UDF ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആദ്യമൊക്കെ ഷാഫി പറമ്പലിന് വിജയപ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിലും പിന്നീട് പ്രചാരണ പരിപാടികൾക്ക് ലഭിച്ച വൻ ജനപങ്കാളിത്തം വിജയപ്രതീക്ഷ നൽകിയിട്ടുണ്ട്. LDFന് വേണ്ടി മുൻ മന്ത്രിയും നിലവിലെ MLAയുമായ KK ശൈലജ ടീച്ചറാണ് മത്സരത്തിനിറങ്ങുന്നത്. മുസ്ലിം വോട്ടുകൾക്ക് ഏറെ നിർണായക സ്ഥാനമുള്ള മണ്ഡലം കൂടിയാണ് വടകര. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ തന്നെ UDF കളത്തിലിറക്കാൻ കാരണം. നേരത്തെ K മുരളീധരനായിരുന്നു അവിടെ നിന്നും വിജയിച്ചത്. എന്നാൽ ഇത്തവണ KK ശൈലജയെ CPM കളത്തിലിറക്കിയതോടെ ഒരുപക്ഷെ തിരിച്ചടിയുണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫിയുടെ പേര് വടകരയിൽ നിർദ്ദേശിച്ചത്. പകരം മുരളിയെ തൃശ്ശൂരിലേക്ക് മാറ്റിയതും സതീശൻ തന്നെയായിരുന്നു. വടകരയിൽ മത്സരം കടുത്തപ്പോൾ പാലക്കാട് ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കാമെന്നും അങ്ങനെയെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അച്ചു ഉമ്മനോട് വി ഡി സതീശൻ തന്നെയാണ് നിർദ്ദേശിച്ചത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ അതിനായി കാത്തിരിക്കാം.